ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും മലരും ചെരുപ്പ് ഷോപ്പിലാണല്ലോ ഉള്ളത്. അപ്പോൾ മലറിന് ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഓരോരോ ചെരുപ്പ് മലർ ഇട്ട് നോക്കുന്നുണ്ട്. ഒന്നും സ്യൂട്ടാകുന്നില്ല. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മഹേഷ് അവിടെ നിന്നിട്ട് മലറിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മഹേഷിനോട് അവിടെയുള്ള കടക്കാരൻ പോയി ചോദിക്കുകയാണ്, സാറിന് എന്താ സാർ വേണ്ടത് എന്ന്. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കാതെ മലറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവസാനം ഒരു ഷൂ കയ്യിൽ കിട്ടി. അത് ഇട്ടിട്ട് മലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നോക്കുകയാണ്. അത് ഏകദേശം ഇഷ്ടമായ രീതിയിലാണ് നടന്ന് കളിക്കുന്നത്. നടക്കുമ്പോൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കും മോളെ, കുറച്ചുകൂടി നടന്നു നോക്ക്. മുത്തശ്ശാ, ഈ ഷൂ ഇടാൻ നല്ല സുഖമുണ്ട്. ആ, ഓ, ഈ ഷൂ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു മുത്തശ്ശ. അത് കേട്ട് ലക്ഷ്മി അമ്മ പറയാണ്, രക്ഷപ്പെട്ടു, അവസാനം ഒരു ഷൂ നീ സെലക്ട് ചെയ്തല്ലോ. മലർ, നിന്റെ സെലക്ഷൻ സൂപ്പർ, മുത്തശ്ശൻ സപ്പോർട്ട് ചെയ്യാണ്. നീയാ ഇത് പാക്ക് ചെയ്തോളൂ. ഇതുപോലെ വേറെ മോഡലുണ്ടെങ്കിൽ അതും കൂടി പാക്ക് ചെയ്തോളൂ. കടക്കാരൻ അങ്ങനെ വേറെയും ഷൂകൾ കൊണ്ടുവന്ന് നോക്കിയിട്ട് പറയാണ്, ഇതൊന്ന് നോക്കി. അപ്പോൾ ലക്ഷ്മി അമ്മ അതും കൂടി വാങ്ങിച്ചു നോക്കുകയാണ്. മുത്തശ്ശി, ഇതൊന്നും നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ മോൾക്ക്? എന്നാൽ ഇതും കൂടി പാക്ക് ചെയ്തോളൂ. വേറൊരു മോഡൽ കൊടുത്തിട്ട് പറയാണ്, ഈ മോഡലും കൂടി നോക്കിയേ. അതും ഇട്ട് നോക്കിയിട്ട് പറയാണ്, ഇഷ്ടപ്പെട്ടോ? ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു മുത്തശ്ശ. എന്നാൽ ഇതും പാക്ക് ചെയ്തോളൂ. പിന്നെ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, പോകാമോ അല്ലെങ്കിൽ വേറെയും നോക്കുന്നോ? ഇല്ല മുത്തശ്ശ, ഇനി പോകാം, വേറെ വേണ്ട, എനിക്കിത് മതി. ഓക്കെ അനിയ, ഇത് പാക്ക് ചെയ്തോളൂ. സാറ് നടന്നോ, ഞാൻ കൊണ്ടുവരാം. പോകാം ഏട്ടാ, വാ മലർ, നമുക്ക് പോകാം. അങ്ങനെ ബില്ല് കൊടുത്തു, പൈസയൊക്കെ കൊടുത്തു. അതിനുശേഷം മഹേഷ് അതുവഴി വരികയാണ്. മലർ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കയ്യിൽ കയറി പിടിച്ച് പോകാനിറങ്ങാണ്. അപ്പോഴേക്കും മഹേഷ് പിന്നിൽ നിന്ന് വന്നിട്ട് പറയാണ്, മലർ വാ പോവാം. അപ്പോൾ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, എടാ നീ എന്തിനാണ് ഇവിടെ വന്നേ? ആദ്യം നീ ഇവളുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്, ഇന്ന് ഇറങ്ങിപ്പോടാ. പെട്ടെന്നായിരുന്നു മഹേഷിൻ്റെ ചോദ്യം. എന്നോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങളാരാ? ഞാൻ ഇവളുടെ മുത്തശ്ശനാടാ. മഹേഷ് പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയാ, എടോ ഒന്ന് പോടോ. വഴിയിലൂടെ പോകുന്നവരൊക്കെ എൻ്റെ മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആവോ? നിങ്ങളാരാ എൻ്റെ മോളുടെ മുത്തശ്ശനാണെന്ന് അറിയാം? മുത്തശ്ശൻ അത് കേട്ട് സ്റ്റോക്ക് അടിച്ചതുപോലെയായി. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, എടാ മര്യാദയ്ക്ക് സംസാരിക്കേ. നോക്ക്, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോഴേ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കേണ്ടതുള്ളൂ. എന്ന് നിങ്ങൾ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ, അതിനുശേഷം ഞാൻ നിങ്ങളെ എന്തിനു ബഹുമാനിക്കണം? അത് കേട്ട് ലക്ഷ്മിയമ്മയും മഹേന്ദ്രൻ സാറും വല്ലാതായി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എന്താ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാണോ? ഞാൻ പ്രശ്നത്തിന് വന്നതല്ല, എൻ്റെ മോളെ കാണാൻ വന്നതാ. നിങ്ങളാണ് എൻ്റെ മോളെ കാണിക്കാതെ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്. മര്യാദയ്ക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ പ്രശ്നം വഷളാവും. എന്തു ചെയ്യാനാണ് നിങ്ങൾ? എന്തു ചെയ്യും? അപ്പോഴേക്കും കടക്കാരൻ വന്നിട്ട് പറയാണ്, ആരാ സാർ നിങ്ങൾ? എന്തിനാ കസ്റ്റമറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഹലോ, ഞാൻ ഈ കുട്ടിയുടെ അച്ഛനാണ്. എനിക്ക് എൻ്റെ മോളെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. നീ വാ, ഞാൻ നിനക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരാം. അപ്പോഴേക്കും മലർ കൈതട്ടി മാറ്റി. എന്നിട്ട് അതേപോലെ തന്നെ ലക്ഷ്മി അമ്മയും അവളെ ചേർത്ത് പിടിക്കുകയാണ്. മുത്തശ്ശൻ പറയാണ്, കൈവിടാൻ പറഞ്ഞില്ലേ നിന്നോട്? കൈയെടുക്കടാ, കൈയെടുക്ക്. കൈവിടാനാണ് നിന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ പിടിയും വഴിയൊക്കെ ആയി. എന്നോടല്ലേ പറഞ്ഞത് കൈയെടുക്കാൻ? ആദ്യം നിങ്ങൾ എൻ്റെ ഷർട്ടിൽ കൈയെടുക്ക്. ആരോടാ നീ കൈയെടുക്കാൻ പറഞ്ഞത്? അപ്പോഴേക്കും മഹേന്ദ്ര സാറിൻ്റെ അടി മഹേഷിൻ്റെ കവിളിൽ വീണിരുന്നു. പിന്നെ ഞാൻ എന്ന് പറയാണ് മഹേന്ദ്ര സാർ. അപ്പോൾ മഹേഷ്, നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ? എൻ്റെ ദേഹത്ത് കൈവെക്കുന്നോ? പോടോ എന്ന് പറഞ്ഞ് അവൻ തള്ളുകയാണ്. അയ്യോ സാർ, ചേട്ടാ. അപ്പോഴേക്കും മലരും, അയ്യോ മുത്തശ്ശ. വയസ്സിന് മൂത്തയാളെന്ന് നോക്കുപോലും ചെയ്യാതെ ഇങ്ങനെ പിടിച്ച് തള്ളുന്നോ നീ ഒരു കാലത്തും നന്നാവില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പോയി അവൻ്റെ കൊളറിൽ പിടിച്ചു. എന്നിട്ട് പറയാണ്, എടോ നിന്നെ ഞാൻ. അപ്പം മഹേഷ്, ഇതേ നോക്ക്, സ്ത്രീയാണെന്ന് കരുതി മാത്രം ഞാൻ വെറുതെ വിടുക. മര്യാദയ്ക്ക് ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്, അല്ലെങ്കിൽ നാണക്കേടാവും. നീ വാ മോളെ. കൊച്ചിൻ്റെ ദേഹത്തു നിന്ന് കൈയെടുക്കടാ. എണ്ണായതുകൊണ്ട് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് നിന്നോ നീ. ഒന്ന് പോയേ. മോളെ നീ വാ. കൈയെടുക്കടാ, കൈവിടറാ. അപ്പോഴേക്കും കടക്കാരൻ വന്നിട്ട് പറയാണ്, എന്താടോ കസ്റ്റമറായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? പുറത്തിറങ്ങടാ ആദ്യം. കടക്കാരനും മഹേന്ദ്ര സാറും മഹേഷും ഒക്കെ ആയിട്ട് അവിടെ നല്ലൊരു പ്രശ്നം നടക്കുകയാണ്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. വീണ്ടും നീ ചന്ദ്രികയോടും മലറിനോടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ തൂക്കിയെടുത്ത് ജയിലിടും ഞാൻ. വീണ്ടും മഹേന്ദ്ര സാറിൻ്റെ കയ്യിൽ നിന്നും അവന് കിട്ടി.
അപ്പോൾ കടക്കാരനും പറയാണ്, എടോ തന്നോടല്ലോ കടയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞത്. പോടോ മാറടോ കടയിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നോടല്ലേ പറഞ്ഞത്. മഹേഷിനെ തള്ളി മാറ്റി കടക്കാരൻ. അപ്പോൾ മഹേഷ് കുറച്ച് ദൂരത്ത് പോയിട്ട് മാറി നിന്നിട്ട് പറയാണ്, എടോ എന്നെ തനിക്ക് അറിയില്ല, നീ ചന്ദ്രികയെ എന്നിൽ നിന്നും അടർത്തി മാറ്റി. പക്ഷേ മലറിനെ നിങ്ങളെ കൊണ്ട് പിരിക്കാനേ പറ്റില്ല. പോടാ മഹേന്ദ്ര സാർ പറയാണ്. അപ്പോൾ മഹേഷ്, പോടോ പോയി ചന്ദ്രികയോട് പറയ്, ഞാൻ മലറിൻ്റെ അച്ഛനാണെന്ന്, എന്നെങ്കിലും ഒരു ദിവസം ഇവളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കൊടുക്ക്. മലർ പേടിച്ചു പോയോ മോളെ? മുത്തശ്ശൻ കൂടെയുള്ളപ്പോൾ നീ ഇവനെയൊന്നും കണ്ട് പേടിക്കരുത്, മനസ്സിലായോ? ഓക്കെ, ശരി മുത്തശ്ശ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, ദേ നോക്ക് മോളെ, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അമ്മയോട് പോയി പറയരുത്, പക്ഷേ അമ്മ വിഷമിക്കും. ശരി മുത്തശ്ശി. മലർ പോകാം. വാ നമുക്ക് പോകാം. ഇങ്ങ് തരൂ ഏട്ടാ. പിന്നെ കാണിക്കുന്നത് മേഘ ഓർത്തിരിക്കുകയാണ്. അതായത് മനീഷ് പ്രിയയോട് സംസാരിച്ചതും പ്രിയയെ അടുത്ത് വിളിച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറിയതൊക്കെ അവൾ അതെന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മലർ വന്നിട്ട് വിളിക്കുന്നത്, അമ്മേ. അമ്മേ. എന്താ പ്രിയ? എൻ്റെ അച്ഛൻ ആരാ അമ്മേ? പ്രിയ അതായത് മേഘ ഒരുമാതിരി ഷോക്കടിച്ചതുപോലെയായി. അപ്പോൾ പ്രിയ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ പേരെന്താ അമ്മേ? നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്? അപ്പോൾ പ്രിയ പറയാണ്, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു. അമ്മ ചോദിച്ചേ? അപ്പോൾ മേഘ ചോദിക്കുകയാണ്, സ്കൂളിലെ ഫ്രണ്ട്സ് ചോദിച്ചോ അതോ വേറെ ആരെങ്കിലും ചോദിച്ചോ? ക്ഷേത്രത്തിൽ വെച്ച് നിന്നോട് ആ മനീഷ് ചോദിച്ചിരുന്നില്ലേ, അതുകൊണ്ടാണോ നീ എന്നോട് ചോദിക്കുന്നത്? ദേ നോക്ക് പ്രിയ, നിനക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. ഞാനും അച്ഛനും തമ്മിൽ പിരിഞ്ഞു. ഇനിമേലിൽ അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചോദിക്കരുത്, മനസ്സിലായോ? ശരിയമ്മേ. പിന്നെ മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും മലരും ഒക്കെ വീട്ടിലെത്തിയിട്ടാണുള്ളത്. അപ്പോൾ മഹേന്ദ്രൻ സാറ് സന്തോഷത്തോടു കൂടിയിട്ട്, ലക്ഷ്മി ആ ഷൂസൊക്കെ എടുക്ക് എന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് അവിടെ തന്നെ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് പിന്നെയും മലറിന് ഓരോ ഷൂവും ഇട്ട് നോക്കുകയാണ്. ഇതാ നോക്ക്, നമുക്ക് ഒന്നുകൂടി ഇട്ട് നോക്കാം. നല്ല രസമുണ്ടല്ലേ? വെരി ഗുഡ്. മഹേന്ദ്രൻ സാറ് ചിരിച്ചുകൊണ്ട് ഓരോരോ ഷൂ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അവസാനം ഒരു ഷൂ ഇട്ട് കൊടുത്തിട്ട് പറയാണ്, മലറിന് ഈ ഷൂ നല്ല ഭംഗിയുണ്ടല്ലേ? അതെ ഏട്ടാ, നല്ല ഭംഗിയുണ്ട്. മുത്തശ്ശ, ഞാനിതിട്ട് നടക്കട്ടെ? എന്തിനാ മോളെ നടക്കുന്നത്? നന്നായി ഓടിക്കളിക്ക്. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് നടക്കുക ഓടുകയൊക്കെ ചെയ്യാണ് ഷൂ ഇട്ടിട്ട്. ഈ സമയത്തിന് നല്ല പാട്ടാണുള്ളത്. മലർ നടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത്, എന്നോമൽ വിധിയല്ലേ ആ പാട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. മലറിൻ്റെ കളിയും അപ്പോൾ ഒക്കെ കണ്ട് നല്ല സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ്. നോമൽ വിധിയല്ലേ കൺപീലി നനയല്ലേ എന്നുള്ളൊരു പാട്ടാണ്. നല്ല അടിപൊളി പാട്ടാണത്. മലറിൻ്റെ കളി കണ്ട് തൃപ്തിയായിട്ട് മഹേന്ദ്ര സാർ പറയാണ്, ഈ ലോകത്ത് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് ഈ ഒരു സംഭവമാണ്. ദേ നോക്ക്, നല്ല സന്തോഷം. ആ സന്തോഷം ഇപ്പം മലറിന് കിട്ടിയിരിക്കുക. മലർ വഴി നമുക്കും കിട്ടി. അപ്പോഴാണ് ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ചന്ദ്രിക അപ്പുറത്തുനിന്ന് നോക്കുകയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മലറിൻ്റെ ഒക്കെ കളി കണ്ടിട്ട്. മലറിൻ്റെ കളി കണ്ട് സന്തോഷത്തോടെ ചന്ദ്രിക അവിടെ നിന്ന് നോക്കുകയാണ്. അപ്പോഴാണ് കാലിൽ ചെരുപ്പ് കണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് മലറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചന്ദ്രികയെ. അപ്പോൾ ഓടി വന്നിട്ട് പറയാണ്, അമ്മേ ഇതേ നോക്കമ്മേ, ഈ ഷൂ എനിക്ക് നന്നായിട്ടുണ്ടോ? ഏതാടാ ഈ ഷൂ? അത് മുത്തശ്ശനും മുത്തശ്ശിയും വാങ്ങിച്ചു തന്നതാ. മുത്തശ്ശനും മുത്തശ്ശിയും വാങ്ങി തന്നെന്നോ? ഇത് വേണമെന്ന് നീ അവരോട് പറഞ്ഞോ? അപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ എത്തി. എന്നിട്ട് പറയാണ്, ചന്ദ്രികയെ, ഇവൾ ഷൂസ് വേണം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, നന്നായിട്ട് വാങ്ങിക്കൊടുത്തതാ. എനിക്ക് ഇതുപോലൊരു ഷൂ ഉണ്ട്. അത് കണ്ടപ്പോൾ മലറിനും ആഗ്രഹം തോന്നി. അതുകൊണ്ടാ ഞങ്ങൾ ഇവൾക്ക് ഷൂ വാങ്ങിക്കൊടുത്തത്. മുത്തശ്ശനും മുത്തശ്ശിയും ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ സാറേ ഇത്? എന്നോട് പറയാതെ എന്തിനാ ഇവൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുത്തത്? അപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സഹായം തന്നെ കൂടുതലാ. അതിൻ്റെ കൂടെ ഇതൊക്കെ വേണോ സാർ? ഒരു ഷൂ വാങ്ങിക്കൊടുക്കുന്നതിലൊക്കെ എന്താ ചന്ദ്രികയെ? അതല്ല സാർ, ഈ ഷൂവിനൊക്കെ നല്ല വില കൂടുതലായിരിക്കും. നിങ്ങൾ ഇന്നിവൾക്ക് ഇത്രയും വിലയുള്ള ഷൂസൊക്കെ വാങ്ങിക്കൊടുത്തു. ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ ഇവൾ എന്നോടെന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? അവനവൻ്റെ നിലയറിഞ്ഞല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് മുകളിൽ ഞങ്ങൾ ആഗ്രഹിച്ചാൽ തെറ്റല്ലേ സാർ? ഒരു തെറ്റുമില്ല. മലറിനും നിനക്കും ഭഗവാൻ ഒരു കുറവും വരുത്തില്ല. നീയും മലരും എന്താഗ്രഹിച്ചാലും അത് ഞങ്ങൾ വാങ്ങിത്തരും. ലക്ഷ്മി അമ്മയും തലയാട്ടി പറയാണ്, ചന്ദ്രികയെ, ഏട്ടൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നിന്നെയും മലറിനെയും ഞങ്ങൾ വേറിട്ട് കണ്ടിട്ടില്ല. നിങ്ങളും ഈ കുടുംബത്തിലെ അംഗമാ. എന്തിനാ അമ്മേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നത്? നീയെങ്കിലും മലറിന് ഇങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കല്ലേ. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഹങ്കാരമായിട്ട് തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മലറിനോട് പറയാണ്, അമ്മ ഒന്നും പറയില്ല, മോള് പോയി കളിച്ചോ കളിച്ചോ. ശരി മുത്തശ്ശ. മലർ പിന്നെ വീണ്ടും ഷൂ കഴിച്ചു വെക്കാതെ നല്ല രീതിയിൽ തന്നെ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അതൊക്കെ കണ്ട് മനസ്സിൽ സന്തോഷിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മലരും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കളിക്കുന്ന സമയത്ത് ബോൾ കളിക്കുന്ന സമയത്ത് മഹേഷ് അവിടെ വരികയാണ്. മഹേഷ് അവിടെ നിന്നുകൊണ്ട് തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നിന്റെ അമ്മയെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഒരേ ഒരായുധം നീയാണ് മോളെ. എന്നെ നിന്റെ അമ്മ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടാവും, പക്ഷേങ്കിൽ നിന്നെ എന്നിൽ നിന്നും പിരിക്കാൻ അവൾക്ക് ആവില്ല. ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല. മഹേഷ് അവിടെ എത്തിയിട്ട് വിളിക്കുകയാണ്, മലർ ഇങ്ങോട്ട് വാ, നിങ്ങൾ കളിക്ക്, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, പോയിട്ട് വാ. മഹേഷ് അപ്പോൾ മോളോട് ചോദിക്കുകയാണ്, എന്താ മോളെ സുഖമാണോ? മോളെ നീ എന്തിനാ നിൻ്റെ അച്ഛനെ കണ്ടിങ്ങനെ പേടിക്കുന്നേ? നിൻ്റെ അച്ഛനല്ലേ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയാ അച്ഛൻ ഈ സ്കൂളിൽ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നത്. ഞാനിവിടെ ജോലി ചെയ്യുന്ന കാര്യം മോള് അമ്മയോട് മാത്രം പറയരുത് കേട്ടോ. എന്നിൽ നിന്ന് നിന്നെ പിരിക്കാനായി അമ്മ ശ്രമിക്കുന്നുണ്ട്. നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല മോളെ. അച്ഛന് ഇപ്പം ആരുമില്ല മോളെ. നീയാണെൻ്റെ എല്ലാം. മോളും കൂടിയും എന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ അച്ഛൻ പിന്നെ ആരും ഇല്ലാതാവില്ലേ. മഹേഷ് പിന്നെ കരയൊക്കെ ചെയ്തിട്ട് പറയാണ്, അച്ഛനെ നീ അനാഥരാക്കല്ലേ മോളെ. അച്ഛൻ്റെ അടുത്തേക്ക് വാ മോളെ. മലർ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇതേ നോക്ക്, അച്ഛൻ നിനക്ക് എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതേ നോക്ക്. നോക്ക് വാങ്ങു മോളെ. എനിക്ക് വേണ്ട. നീ വാങ്ങില്ലേ? മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിന്നെ അടിച്ചത് കൊണ്ടല്ലേ നിനക്ക് എന്നോട് ദേഷ്യമുള്ളത്. എൻ്റെ അമ്മ എന്നെയും നിന്നെയും പിരിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ ദേഷ്യം കൊണ്ടാണ് മോളെ ഞാൻ അവളെ അടിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ മോളെയും അമ്മയെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നിൻ്റെ അമ്മയാണ് അത് അംഗീകരിക്കാത്തത്. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും എന്നെ മനസ്സിലാക്കും മോളെ. മോളെ നീയും കൂടി എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അച്ഛന് പിന്നെ ആരും ഇല്ലാതാവില്ലേ. ഇനി അച്ഛൻ ഈ സ്കൂളിൽ തന്നെ ഉണ്ടാവും, നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. മോൾ അച്ഛനോട് സംസാരിക്കണം കേട്ടോ. ചോക്ലേറ്റ് വാങ്ങ്. എനിക്ക് ചോക്ലേറ്റ് വേണ്ട, അമ്മ എന്നെ വഴക്ക് പറയും. അമ്മ അറിയാതെ മോളിത് കഴിച്ചോ? ഇതാ നോക്ക്, മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, വാങ്ങിത്തരാം. മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛനോട് ചോദിച്ചോ. ഞാൻ നിന്നോട് സംസാരിച്ച കാര്യം അമ്മയോട് നീ പറയരുത്. വാങ്ങ് മോളെ, ഇതാ പിടിച്ചോ. മോൾക്ക് കളർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ട് മോൾക്ക് വേണ്ട ഞാൻ ക്രയോൺസും കളറടിക്കുന്ന ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. വാങ്ങിച്ചോ, എല്ലാം വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എല്ലാം കൊടുക്കുവാണ്. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, ഇവിടെ ഇതൊക്കെ വാങ്ങിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഒക്കെ വാങ്ങിച്ചല്ലോ. ഇത് മതി, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇവളെ ഞാൻ എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരും. ഇതിലുള്ളത് മുഴുവൻ മോൾക്കുള്ളതാ. ഇതാ പിടിച്ചോ, ഇതേ നോക്കട്ടെ, ഇതിൽ എല്ലാം വെക്ക്, എന്നിട്ട് ഇത് പിടിച്ചോ, എല്ലാം കയ്യിൽ വെച്ചോ, എന്നിട്ട് മോൾ പോയിട്ട് കളിച്ചോ. അച്ഛന് വേറെ ജോലിയുണ്ട്, വരട്ടെ മോളെ. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. അച്ഛൻ പോയിട്ട് വരാം, മോളിച്ചില്ലേ. മഹേഷ് പിന്നെ കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം മലറും അതേപോലെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ് മഹേഷിനെ. മലർ അത് കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ തിരിഞ്ഞ് നോക്കുകയും ടാറ്റ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് മോപ്പുമായിട്ട് നടക്കുകയാണ് എല്ലായിടത്തും ചന്ദ്രിക തുടച്ചുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് മഹേന്ദ്ര സാറ് വിഷമത്തോടെ നോക്കുകയാണ് ചന്ദ്രികയെ. അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് മേഘ ഒരു ഫോണും കൊണ്ട് എന്തൊക്കെയോ അതിൽ കാണുകയാണ്. നമ്മളെ ബിസിയാക്കി വെക്കുന്നതും ഫ്രീ ആയിട്ടിരിക്കുന്നതും നമ്മുടെ കയ്യിലാണ്. ഓഫീസിൽ അത്രയും ജോലിയുണ്ട്, വീട്ടിലും ഒരുപാട് ജോലിയുണ്ട്, എന്നിട്ട് ഒരു ജോലിയും ഇല്ലാത്ത പോലെ സന്തോഷമായി റിലാക്സ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഇങ്ങനെയാ നിനക്ക് മാത്രം ഇത് കഴിയുന്നത്? മഹേന്ദ്ര സാറ് ചോദിക്കുകയാണ് മേഘയോട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.